സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു GR Tech. സോ നമ്മളിതുവരെ കണ്ടതെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയറിലും ബോട്ടം ലെയറിലും ഒക്കെ എങ്ങനെ നമുക്ക് PCB ക്രിയേറ്റ് ചെയ്യാമെന്നായിരുന്നു. 2-3 പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മളിനി ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമുക്കൊരു സിമ്പിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ സിമ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ സിമ്പിളും, പിന്നെ നമ്മൾ ഈ കാണുന്ന ഓരോ PCBക്കകത്തുള്ള ഫുട് പ്രിൻറ്റുകളുണ്ടല്ലോ. അതായത് ഈ കാണുന്ന നമുക്ക് ഈ ഹോളിൽ ഈ പർട്ടിക്കുലർ ലെങ്തിലുള്ള ഫുട് പ്രിൻറ്റും കാര്യങ്ങളും, ഇപ്പോൾ SMD ആണെങ്കിൽ SMDക്കകത്തുള്ള ഫുട് പ്രിൻറ്റ്സും കാര്യങ്ങളും. അപ്പോൾ അതങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് ഇതുപോലത്തെ ഒരു സിമ്പിൾ ഫുട് പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കസ്റ്റമൈസ് ആയിട്ടുള്ള ആ ഫുട് പ്രിൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ആക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ എങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്ന് മാത്രം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു സിമ്പിൾ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു ഇപ്പോൾ കോമ്പണൻസും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ലൈബ്രറിക്കകത്ത്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, സോ നമുക്ക് 2-3 വഴികളുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫയലിലെടുക്കുക, ന്യൂ എടുക്കുക, സിമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സിമ്പിൾ അപ്പോൾ എനിക്കൊരു സപ്പോസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫുട് പ്രിൻ്റ് അല്ല, സിമ്പിൾ ഈ ഒരു പർട്ടിക്കുലർ IC ആണെന്ന് വെച്ചാൽ 7805. ഓക്കെ, അപ്പോൾ ഈ 7805 LM7805 എന്ന് പറഞ്ഞ ICക്കകത്ത് 3 പിന്നുകളുള്ളത്. ഓക്കെ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, പിന്നെ താഴെയുള്ള ഗ്രൗണ്ടും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു പിൻ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബേസിക്കായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാനുവൽ വേ ആണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കുക ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം, കുറച്ച്. ഓക്കെ, ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, 3 പിന്ന് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ 3 പിന്ന്. ഫസ്റ്റ് പിന്ന് ഇതാണ്, ഫസ്റ്റ് പിന്ന് 1 2 3. ഇതിന് നമുക്ക് പേരും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി അത് പിന്ന് ക്ലിക്ക് ചെയ്യുക, നെയിം, ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിനകത്ത് ഈ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ ഇൻപുട്ട്, അതായത് ഈ സ്കിമാറ്റിക് വരയ്ക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു പർട്ടിക്കുലർ പേര് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്നൊക്കെ കാണിക്കണമെങ്കിൽ ഡിസ്പ്ലേ നെയിം എനേബിൾ ആക്കി വയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഇതൊരു ഇൻപുട്ടാണെങ്കിൽ നമ്മൾ വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഇൻപുട്ടിലോട്ട് സെറ്റ് ചെയ്യും. ബാക്കി നമുക്ക് ഫോൺ സൈസ് സെറ്റ് ചെയ്യാം, പിന്നിൻ്റെ കളർ മാറ്റാം, പേരിൻ്റെ കളർ മാറ്റാം, നമ്പറിൻ്റെ കളർ മാറ്റാം. കസ്റ്റമൈസ്ഡ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ പലതും ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്കിതൊരു ക്ലോക്ക് സിഗ്നലാണെങ്കിൽ നമുക്കത് ക്ലോക്കായിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ചില ICക്കകത്തൊക്കെ ക്ലോക്ക് സിഗ്നലുണ്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട്, അപ്പോൾ അത് കാണിക്കാം. അതല്ല നമുക്കൊരു ഡോട്ട്, അതായത് ഇൻവേർട്ടഡ് രീതിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി റൊട്ടേഷൻ നമുക്കതും കാണിക്കാം. ഓക്കെ, സോ അങ്ങനെ കുറേ കസ്റ്റമൈസ്ഡ് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെങ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഓറിയൻറ്റേഷൻ മാറ്റാം, അതായത് ഇങ്ങനെ 0 ഡിഗ്രി ഇങ്ങനെ കറക്റ്റായിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പിന്നിൻ്റെ പേര് നമുക്കൊന്ന് മാറ്റാം. സെക്കൻഡ് പിന്നിൻ്റെ പേര് എന്തായിരുന്നു, ഔട്ട്പുട്ട് എന്നായിരുന്നു. ആൻഡ് നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വരുന്നത് എന്താ, ഗ്രൗണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ GND എന്ന് പറഞ്ഞ ഗ്രൗണ്ട് കൊടുത്തു. ആൻഡ് നമുക്കത് കുറച്ച് ഗ്രൗണ്ട് ആൻഡ് അതിൻ്റെ പിന്നിൻ്റെ കളർ പേര് നമുക്കൊന്ന് ബ്ലാക്ക് ആക്കിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മാനുവലി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് അല്ല, പ്ലേസ്മെൻറ്റ് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് മെയിൻലി സിമ്പിളായിട്ട് മാനുവലി ചെയ്യുന്ന ഒരു വഴി. എന്നിട്ട് നമുക്കത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കൺട്രോൾ എസ് അമക്കിയിട്ട് ന്യൂ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ന്യൂ സിമ്പിൾ എന്താ, LM7805 എന്ന് പറഞ്ഞ് കൊടുത്തു. സപ്ലയറിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് LCS എന്നോ എൻ്റെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, 5 വോൾട്ട് റെഗുലേറ്ററിനോ ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. ഓക്കെ, LM സീരീസ്. ഓക്കെ, ജസ്റ്റ് ഞാൻ റാൻഡംലി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തതാണ്. പിന്നെ സേവ് അടിക്കുക. ഓക്കെ, സോറി, പേര് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്തേക്കാം. LM7805_CT. ഓക്കെ,
അപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കതവിടെ വന്നോ എന്ന് നോക്കാം. ഓക്കെ, എന്നാൽ അതിന് വേണ്ടി നമ്മൾ ലൈബ്രറി, ഗ്ലോബൽ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ഈ CDA സിമ്പിൾ വർക്ക് സ്പേസ് നമുക്ക് ആദ്യം കാണുന്നതായിരിക്കും. എന്താണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത്, ആൻഡ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഓക്കെ, ഇത് രണ്ട് കാണുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്, കാരണം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് നമുക്കിതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ റൗണ്ട് റേഡിയസ് നമുക്കൊന്ന് 4 ആക്കാം, അപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ആവും. നമുക്ക് കുറച്ചുകൂടെ എസ്തെറ്റിക് കൂട്ടി നമുക്കതൊന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലൈക്ക് ആദ്യം നല്ല സമയം കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇരുന്ന് ലൈക്ക് പതുക്കെ ഇരുന്ന് നമുക്ക് മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു വേ, മാനുവൽ വേ സിമ്പിൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. വേറെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ സിമ്പിൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ടൂൾസിൽ സിമ്പിൾ വിസാർഡിന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സിമ്പിൾ വിസാർഡിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പിന്നിൻ്റെ കാര്യങ്ങൾ, ഷേപ്പൊക്കെ ഓൾറെഡി വരും, നമുക്ക് വരയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. ജസ്റ്റ് നമ്മൾ പിന്നിനെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് DIP ഏതാണ്, DIP A ആണോ DIP B ആണോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ DIP A എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും. ഓക്കെ, DIP B എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, QFB എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും. SIP എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും. ഓക്കെ, തൽക്കാലം നമ്മളിപ്പോൾ DIP A മോഡൽ നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ഇതെല്ലാം ബാക്ക് അടിച്ചിട്ട് നമുക്ക് 3 പിന്നുള്ളത്. ഇപ്പോൾ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പിന്നെ നമുക്കുള്ളത് ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ 3 പിൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ കണ്ട പോലത്തെ ഒരു സിമ്പിൾ വന്നു. നമുക്കിത് വേണമെങ്കിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റാം. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്കിമാറ്റിക് വരയ്ക്കുമ്പോൾ എളുപ്പത്തിന് നിങ്ങൾക്ക് വേറെ രീതിയാണെന്ന് വിചാരിച്ചു, അപ്പോൾ ലൈക്ക് ഇതിവിടെ കൊണ്ടുവയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പേസ് ബാർ നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ വീഡിയോക്കകത്ത് കണ്ടായിരുന്നു, കുറച്ച് മെനക്കേടായിരുന്നു വിചാരിച്ചു. കാരണം ഇൻപുട്ട് ഔട്ട്പുട്ട് ഇങ്ങനെയാണല്ലോ, അപ്പോൾ കാണാനൊരു സുഖമില്ല. നമുക്ക് വേണമെങ്കിൽ കാണാനൊരു സ്കിമാറ്റിക് കുറച്ചും കൂടെ നമുക്കൊരു ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാമായിരുന്നു. അതായത് ഇൻപുട്ട് ഇവിടുന്ന് വരുന്നു, ഗ്രൗണ്ട് ഇവിടെ കൊടുക്കുന്നു, ഔട്ട്പുട്ട് ഇവിടെ കൊടുക്കുന്നു. അതായത് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട്, നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മോഡിഫൈ എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള വഴി. ഓക്കെ, അതായത് ഷോർട്ട് കട്ടാണ്. നമുക്ക് ഡയറക്റ്റ് സിമ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തത് തരും. ഓക്കെ, പിന്നൊരു വഴി എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു വഴിയും കൂടെ ഉണ്ട്. നമ്മൾ സിമ്പിൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ടൂൾസിനകത്ത് ഡാറ്റ ഷീറ്റ് എക്സ്ട്രാക്ട് വിസാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ഇമേജ് ആഡ് ചെയ്യുക. അതായത് നമുക്ക് ഏതാണ് നമുക്ക് വേണ്ട, ലൈക്ക് ആ ഒരു ഐസിയുടെ ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ഐസി ആഡ് ചെയ്യും. അപ്പോൾ 40 നമുക്ക് TP4056 നമുക്ക് ഡാറ്റ ഷീറ്റ് നോക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് ഡാറ്റ ഷീറ്റ് ഉണ്ട്, നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഇമേജ് എടുക്കുക. ഓക്കെ, ഈ ഒരു ഇമേജ് എടുത്ത് ഇവിടെ വന്ന് നമുക്കിത് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ നമുക്ക് എന്നിട്ട് പിൻ നമ്പേഴ്സും പിന്നിൻ്റെ പേരുകളൊക്കെ ആഡ് ചെയ്യാം മാനുവലി. ഓക്കെ, അപ്പോൾ 8 പിന്നുള്ളതുകൊണ്ട് 8 പിന്നും മാനുവലി ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ആൻഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നൊക്കെ അസൈൻ ചെയ്തിട്ട് ആ നെയിമും കാര്യങ്ങളൊക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരും കൊടുത്തിട്ട് നമ്പേഴ്സും അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിൾ ക്രിയേറ്റ് ആവും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ ഒരു സിമ്പിൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, കസ്റ്റമൈസ്ഡ്, കുറച്ച് പ്രൊഫഷണൽ രീതിയിൽ. സോ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കസ്റ്റമായിട്ടുള്ള സിമ്പിളിൻ്റെ ക്രിയേഷന്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ടിൽ ദെൻ ബൈ ബൈ.